പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. സോ ഇതൊരു ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ചിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. നമ്മൾ ലോവർ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ജെനറ്റിക്സ് എന്തൊക്കെയാണ്, അതിൽ ജീൻ, അങ്ങനെ ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള ഐഡിയാസൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം, അത് പ്ലാന്റ് ആണെങ്കിലും അനിമൽ ആണെങ്കിലും അത് ഏത് കൈൻഡ് ഓഫ് ഓർഗാനിസം ആണെങ്കിലും, ഈ ഉണ്ടാകുന്ന ഓർഗാനിസം അവരുടെ പാരൻറ്റുമായിട്ട് സം റിസംബ്ലൻസ് ഉണ്ടായിരിക്കും ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആന അതിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആനക്കുട്ടി എന്ന് പറയുന്നത് ആനേനെ പോലെ തന്നെ ഇരിക്കും. ഒരു ടൈഗറാണെങ്കിൽ ടൈഗറിൻ്റെ ഓഫ് സ്പ്രിങ് അല്ലെങ്കിൽ അതിൻ്റെ യങ് വൺ എന്ന് പറയുന്നത് ടൈഗറിനെ പോലെ തന്നെ ഇരിക്കും. ഒരിക്കലും ഒരു ആന ഒരു ടൈഗറിനെ പ്രസവിക്കുന്നില്ല. അതുപോലെ ഒരു ടൈഗർ ഒരിക്കലും ഒരു ആനേനെ പ്രസവിക്കുന്നില്ല. അതുപോലെ തന്നെ അല്ലെങ്കിൽ യങ് വൺ ഡെലിവറി ചെയ്യണില്ല. ഇനി നമ്മൾ ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ കോക്കനട്ട് ട്രീ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ യങ് വൺസൊക്കെ അതിനെ പോലെ തന്നെ പാരൻറ്റിനെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാംഗോ ട്രീ, ആ മാംഗോ ട്രീൻ്റെ ആ സീഡിൽ നിന്ന് ഒരു മാംഗോ ട്രീ തന്നെയാണ് ഉണ്ടാവുന്നത് ഓഫ് സ്പ്രിങ് ആയിട്ട്. അല്ലാണ്ട് വേറൊരു മരവും മാങ്ങയിൽ നിന്ന് അല്ലെ മാംഗോ ട്രീയിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഓഫ് സ്പ്രിങ്സ് അഥവാ യങ് വൺ, ആ പുതിയ ഉണ്ടാവുന്ന ആ യങ് വണ്ണ് എപ്പോഴും പാരൻസുമായിട്ട് സം റിസംബ്ലൻസ്, ബേസിക് ബോഡി സ്ട്രക്ചർ ആൻഡ് ഡിസൈനൊക്കെ എപ്പോഴും ആ പാരൻറ്റുമായിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ആ പാരൻറ്റുമായിട്ട് ബേസിക് ബോഡി സ്ട്രക്ചർ റിസംബ്ലൻസ് ഉണ്ടാവുന്നത്? ഉണ്ടാവുന്ന എല്ലാ ഓഫ്സ്പ്രിങ്സിനും എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അതിൻ്റെ പിന്നിലുള്ള ആ ഒരു സയൻസാണ് നമ്മൾ പറയുന്ന ജെനറ്റിക്സ്. അവിടെയാണ് ആ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ആ ബ്രാഞ്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. എങ്ങനെയാണ് ആ പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുമ്പോൾ എത്രത്തോളം റിസംബ്ലൻസ് പാരൻസുമായിട്ട് ഉണ്ടാകുന്നത്, അതുപോലെ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്ങുകളിൽ തമ്മിൽ എത്രത്തോളം റിസംബ്ലൻസ് ഉണ്ട്, അവർ തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, ഇതിനൊക്കെ കാരണം എന്താണ്? ജെനറ്റിക്സ് ആണ്. സോ നമ്മൾ ആ ബ്രാഞ്ചിനെ കുറിച്ചാണ് പഠിക്കുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. സോ നമ്മൾ പറയാൻ പോണത് ജെനറ്റിക്സ്. അപ്പോൾ ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ജീൻ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജെനറ്റിക്സ് എന്താണ്? സ്റ്റഡി ഓഫ് ജീൻസ്, ജീനുകളെക്കുറിച്ചുള്ള പഠനമാണ് ജെനറ്റിക്സ്. ഈ പറഞ്ഞ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ വേർഡ് വന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഗ്രീക്ക് വേർഡ് ജെനിസിസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ജെനറ്റിക്സ് ഉണ്ടായത്. ഗ്രീക്ക് വേർഡായ ജെനിസിസ്. ജെനിസിസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ടു ഗ്രോ ഇൻ ടു ഓർ ടു ബിക്കം. ടു ഗ്രോ, ഒന്നുകിൽ അത് ഗ്രോ ചെയ്യുക അല്ലെങ്കിൽ ടു ബിക്കം ആവാനുള്ളത്. ജെനിസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ എന്നല്ല അർത്ഥം. ടു ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ടു ബിക്കം, ഇന്നത് ആവാനുള്ളത്, ടു ഗ്രോ ചെയ്യാനുള്ളത്, ഇന്നത് വളരാനുള്ളത്. അതാണ് ആ ജെനിസിസ് എന്ന് പറഞ്ഞ ആ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് നമ്മളിപ്പോൾ പറയുന്ന ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ടേം വന്നത്. ഇനി ഈ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ടേം പ്രപ്പോസ് ചെയ്ത ഒരു സയൻറ്റിസ്റ്റാണ് വില്യം ബേറ്റ്സൺ. ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ടേം പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് വില്യം ബേറ്റ്സൺ ഇൻ 1905. 1905 വില്യം ബേറ്റ്സൺ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ടേം പ്രപ്പോസ് ചെയ്തത്. ഇതേ വില്യം ബേറ്റ്സൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് തന്നെയാണ് F1, F2, ഹെറ്ററോസൈഗസ്, ഹോമോസൈഗസ്, അലീൽ എന്നീ ടേമുകളും പ്രപ്പോസ് ചെയ്തത് വില്യം ബേറ്റ്സൺ ആണ്. ഏതൊക്കെയാണ്? F1, F2, ഹെറ്ററോസൈഗസ്, ഹോമോസൈഗസ്, അലീൽ. ഈ പറഞ്ഞ ടേമുകളും പ്രപ്പോസ് ചെയ്ത് വില്യം ബേറ്റ്സൺ. ഇത് ഓരോ ടേമും എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഇനി നമ്മുടെ ഈ വില്യം ബേറ്റ്സനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് എന്നാണ്. മോഡേൺ ജെനറ്റിക്സിൻ്റെ പിതാവ് എന്നാണ് വില്യം ബേറ്റ്സനെ അറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഫാദർ ഓഫ് ജെനറ്റിക്സ് നമ്മൾ ആരെയാണ് പഠിച്ചേക്കണേ? ഗ്രിഗർ ജോൺ മെൻഡൽ. ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഗ്രിഗർ ജോൺ മെൻഡൽ. എന്നാൽ മോഡേൺ ജെനറ്റിക്സിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് വില്യം ബേറ്റ്സൺ ആണ്. ഇനി വേറെ ഒന്നുകൂടി ഉണ്ട്, ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ ജെനറ്റിക്സ്. ഈ ജെനറ്റിക്സിൽ ഒരുപാട് എക്സ്പെരിമെൻ്റൽ റിസർച്ച് വർക്കുകളൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത് TH മോർഗനാണ്. TH മോർഗനെയാണ് ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് എന്ന് പറയുന്നത് വില്യം ബേറ്റ്സൺ ആണ്.
ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഗ്രിഗർ ജോൺ മെൻഡൽ. നമ്മളിതിൽ TH മോർഗൻ്റെ കാര്യമൊക്കെ നമ്മൾ വരുന്ന ഭാഗങ്ങൾ ടോപ്പിക്കുകളിൽ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞ ഈ ജെനറ്റിക്സിലേക്ക് തന്നെ വീണ്ടും കിടക്കുക. ഈ ജെനറ്റിക്സിനെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ടൊന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, സിമ്പിളായിട്ടാണ് പറഞ്ഞത്, നമ്മൾ സ്റ്റഡി ഓഫ് ഒരു സയൻറ്റിഫിക് ആയിട്ടൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ജെനറ്റിക്സിന് നമ്മളിങ്ങനെയാണ് പറയുക, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീൽസ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസസ്. സോ ഒരു ജീവശാസ്ത്രത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് ജെനറ്റിക്സ്. എന്നിട്ട് എന്തിനെയാണ് ഡീൽ ചെയ്യണേ? ഡീൽസ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസിൻ്റെ പ്രിൻസിപ്പിൾസിനെ ഡീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണത് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ഡീൽസ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസസ്. അതാണ് സയൻറ്റിഫിക് ആയിട്ട് ജെനറ്റിക്സിൻ്റെ ഒരു ഡെഫിനേഷൻ. ഇനി നമ്മൾ കുറച്ചും കൂടി ബ്രോഡായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കുന്ന ഒരു ഡെഫിനേഷനാണ് ജെനറ്റിക്സിൻ്റെ. ബ്രോഡ്ലി ആ ജെനറ്റിക്സിൻ്റെ ഡെഫിനേഷൻ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഇനി നമുക്കിതിൽ ഓരോ വേർഡുകളും എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു, ആ ഒരു പാരൻറ്റിനെ പോലെ തന്നെ കുറേ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ റിസംബ്ലൻസ് ഓഫ് സ്പ്രിങ്സിൽ അല്ലെങ്കിൽ യങ് വണ്ണിന് കാണുന്നു. അതെന്തുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഹെറിഡിറ്റി കാരണം, പാരമ്പര്യം എന്ന് നമ്മൾ പറയും. ടെൻഡൻസി ഓഫ് യങ് വൺസ് ടു റിസംബിൾ ദെയർ പാരൻസിനെയാണ് നമ്മൾ ഹെറിഡിറ്റി. ആ യങ് വൺസിന് പാരൻസിനെ പോലെ തന്നെ ഇരിക്കാനുള്ള ആ ടെൻഡൻസി, പാരൻസിനെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ റിസംബിൾ ചെയ്തിരിക്കാനുള്ള ആ ഒരു ടെൻഡൻസിനെ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി. നമ്മൾ പാരമ്പര്യം എന്ന് പറയും. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി എന്താണെന്ന് പറഞ്ഞു. അതുപോലെ അതിൻ്റെ ഒരു വേറൊരു ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഇൻഹെറിറ്റൻസ്. നമ്മളിപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്താണ്? ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രോസസ്സിലൂടെയാണോ ഈ ക്യാരക്ടേഴ്സ് പാരൻറ്റിൽ നിന്ന് പ്രോജനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണേ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. പ്രോസസ് ബൈ വിച്ച് ക്യാരക്ടേഴ്സ് ആർ പാസ്ഡ് ഓൺ ഫ്രം പാരൻറ്റ് ടു പ്രോജനി. പാരൻറ്റിൽ നിന്ന് പ്രോജനി എന്ന് പറഞ്ഞാൽ യങ് വൺസ് അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സ്. ആ യങ് വൺസിലേക്ക് ഓഫ് സ്പ്രിങ്സിലേക്ക് ക്യാരക്ടേഴ്സിനെ ഏത് പ്രോസസ്സ് വഴിയാണോ ട്രാൻസ്ഫർ ചെയ്യണേ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. ഇതേ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ പറയുന്ന ബേസിസ് ഓഫ് ഹെറിഡിറ്റി. നമ്മൾ പറഞ്ഞു ആ യങ് വൺസിന് പാരൻസിനെ പോലെ റിസംബ്ലൻസ് ഉണ്ട്. അതാണ് നമ്മൾ വിളിക്കുന്ന ഹെറിഡിറ്റി, പാരമ്പര്യം. എന്തിൻ്റെ ബേസിലാണത്? ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ആ പ്രോസസ്സിൻ്റെ ബേസിലാണ് പാരൻസിൽ നിന്ന് പ്രോജനിയിലേക്ക് ക്യാരക്ടേഴ്സ് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ വേറൊരു വാക്ക് നമ്മൾ പറഞ്ഞത് പ്രോജനി. കുറേ നേരമായി നമ്മൾ പ്രോജനി, ഓഫ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞു. എന്താണ് പ്രോജനി? പ്രോജനി എന്ന് പറഞ്ഞാൽ റിസംബിൾസ് പാരൻസ് ഇൻ മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സ്. പാരൻസുമായിട്ട് മോർഫോളജിക്കൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, മോർഫോളജിക്കലിയും അതുപോലെ ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സും പാരൻസുമായിട്ട് റിസംബ്ലൻസ് ഉള്ളവരെയാണ് നമ്മൾ പ്രോജനി എന്ന് പറയുക. സോ റിസംബ്ലൻസ് വിത്ത് ആരൊക്കെയാണ്? പാരൻസുമായിട്ട് എന്തൊക്കെയാണ്? മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജി. മോർഫോളജിക്കലായിട്ടും ഫിസിയോളജിക്കലുമായിട്ടുള്ള ഫീച്ചേഴ്സ് പാരൻസുമായിട്ട് ഉള്ളവരെ വിളിക്കുന്ന പേരാണ് പ്രോജനി അഥവാ യങ് വൺസ് അല്ലെങ്കിൽ ഓസ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ബ്രോഡായിട്ട് ജെനറ്റിക്സിൻ്റെ ഡെഫിനിഷൻ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. അപ്പോൾ നമ്മൾ ഹെറിഡിറ്റി എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു? യങ് വൺസിന് പാരൻസിൻ്റെ പോലെ തന്നെയുള്ള ആ ക്യാരക്ടേഴ്സ് വരാനുള്ള ടെൻഡൻസിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹെറിഡിറ്റി എന്നാണ്. ഇനി നമ്മൾ പറയുന്നത് സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി മാത്രമല്ല, വേരിയേഷനും കൂടിയാണ് ജെനറ്റിക്സ് എന്ന്. അപ്പോൾ എന്താണ് വേരിയേഷൻ? വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ബൈ വിച്ച് പ്രോജനി ഡിഫർ ഫ്രം പാരൻസ്. പാരൻസിൽ നിന്ന് പ്രോജനിക്ക് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, അതാണ് വേരിയേഷൻ. നമ്മൾ ഓഫ് സ്പ്രിങ്സിന് പാരൻസുമായിട്ട് റിസംബ്ലൻസ് ഉണ്ടെന്നേ പറയുള്ളൂ, എക്സാക്ട്ലി സിമിലർ എന്ന് പറയുന്നില്ല. എക്സാക്ട്ലി സിമിലർ അല്ല, പാരൻസുമായിട്ടുള്ള ബേസിക് ബോഡി സ്ട്രക്ചർ ആൻഡ് ഡിസൈനിലൊക്കെ ഓഫ് സ്പ്രിങ്സ് അല്ലെങ്കിൽ പ്രോജനി അല്ലെങ്കിൽ യങ് വണ്ണിന് റിസംബ്ലൻസ് ഉണ്ട്. ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എത്ര ഡിഗ്രിയാണ് ആ പാരൻസിൽ നിന്നും ഓഫ് സ്പ്രിങ്സ് അഥവാ പ്രോജനി അല്ലെങ്കിൽ യങ് വണ്ണിന് ഡിഫറൻസ് ഉണ്ട്, എത്ര ഡിഗ്രി ഡിഫറൻസ് ആണ് പാരൻസിൽ നിന്ന് പ്രോജനിക്ക് ഉള്ളത്, അതിനെ വിളിക്കുന്ന പേരാണ് വേരിയേഷൻ. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചുകൾ, എത്ര ചേഞ്ച് പാരൻസിൽ നിന്ന് ഓഫ് സ്പ്രിങ്സിനുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് വേരിയേഷൻ.
ഇതിനാണ് നമ്മൾ പറയുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ. ഈ പറഞ്ഞ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഹെറിറ്റബിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ടെൻഡൻസിയോടുകൂടി പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സ് ഹെറിറ്റബിൾ ആയിട്ടുള്ള വേരിയേഷൻ ആവാം, അല്ലെങ്കിൽ ഹെറിറ്റബിൾ അല്ലാത്ത വേരിയേഷൻ ആവാം. ഈ വേരിയേഷൻ എന്ന് പറയുന്നത് ഓഫ്സ്പ്രിങ്സിനുള്ളത് ഒരു പക്ഷേ ഹെറിറ്റബിൾ പാരൻസിൽ നിന്ന് വരുന്ന വേരിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്തതും വേരിയേഷൻ ഉണ്ടാവും. സോ ഹെറിറ്റബിൾ അല്ലാത്ത വേരിയേഷനും എന്തുണ്ടാവാറുണ്ട്, വേരിയേഷനായിട്ട് ഉണ്ടാവാറുണ്ട്. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്ന കുറേ ടേംസുകൾ പഠിക്കുകയാണ്. ഇതിൻ്റെ കുറച്ച് ടേംസുകൾ പഠിക്കാൻ പോവുകയാണ്.